കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ഫേസ്ബുക്കിലെ പ്രൈവസി ഇഷ്യൂസാണ്. ഇപ്പോൾ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നത് സെക്യൂർ ആണോ അല്ലയോ എന്ന തരത്തിലുള്ള പല ചർച്ചകളും പേടിയും നമ്മളെല്ലാവരും മനസ്സിലുണ്ട്. ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ളൊരു സംഭവമാണ്. ഫേസ്ബുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ലോഗ് ഔട്ടായി. 9 കോടി ആൾക്കാരുടെ ഫേസ്ബുക്ക് അക്കൗണ്ട്സ് ആണ് ലോഗ് ഔട്ട് ആയത്. അതിൻ്റെ പ്രധാന കാരണം 5 കോടി ആൾക്കാരുടെ അക്കൗണ്ട്സിൽ ഹാക്കേഴ്സ് കടന്നു എന്നുള്ളതാണ്. ഈ 5 ഒഴികെ 4 കോടി ആൾക്കാരുടെ അക്കൗണ്ട് ഫേസ്ബുക്ക് തന്നെയാണ് ലോഗ് ഔട്ട് ചെയ്തത്. സോ ഇതിൻ്റെ അർത്ഥം ഇത്രയും സെക്യൂർ ആണെന്നും ഇത്രയും സേഫ് ആണെന്നും വിശ്വസിക്കുന്ന നമ്മുടെ ഡീറ്റെയിൽസ്, പ്രൈവസി ഇഷ്യൂസ്, എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന മെസ്സേജിങ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഫേസ്ബുക്കിനെ പോലുള്ള ഒരു ആപ്ലിക്കേഷൻ ഹാക്കേഴ്സിന് പെട്ടെന്ന് തന്നെ ഹാക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. ഇതിന് സുരക്ഷാ തകരാറായിട്ട് പറയുന്നത് നമ്മളെപ്പോഴും ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആക്സസ് ടോക്കണിലെ സുരക്ഷാ ക്രമീകരണത്തിലുള്ള പിഴവാണ് ഇങ്ങനെയുള്ളൊരു കാര്യത്തിനിടയായത്. അതുകൊണ്ട് ആക്സസ് ടോക്കൺ തൽക്കാലത്തേക്ക് ഫേസ്ബുക്ക് പിൻവലിക്കുകയും ചെയ്തു. ഇപ്പം നമ്മൾ എത്ര ആൾക്കാരുടെ അക്കൗണ്ട് ഹാക്കേഴ്സ് കയറിയിട്ടുണ്ടെന്ന് അറിയില്ല. എനിവേസ്, നിങ്ങളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടാണ്. ഇപ്പോൾ എത്ര സീക്രട്ട് ആയിട്ടുള്ള കാര്യമൊന്നും ഫേസ്ബുക്കിൽ ഇല്ലയെന്ന് പറഞ്ഞാലും ഫേസ്ബുക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ മുഖം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് നിങ്ങളുടെ ഒരു അക്കൗണ്ടാണ്. അതിൻ്റെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഉറപ്പാക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ സുക്കർബർഗിൻ്റെ അടക്കം അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. എനിവേസ്, നിങ്ങൾക്ക് ഒരു പേടിയുണ്ട് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് എങ്ങനെ സെക്യൂർ ആക്കാം, ഇനി അതിൽ ഹാക്കേഴ്സ് കയറിയുണ്ടോ, അങ്ങനത്തെ എന്തെങ്കിലും ടെൻഷൻസ് ഉണ്ടെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്യാൻ ശ്രമിക്കാം. ഫസ്റ്റ് തിങ്, പാസ്വേഡ് മാറ്റുക എന്നുള്ളതാണ്. ഫേസ്ബുക്ക് തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു മിക്കവാറും എല്ലാ യൂസേഴ്സും തന്നെ ഫേസ്ബുക്കിൽ നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്ന കറണ്ട് പാസ്വേഡ് ചേഞ്ച് ചെയ്യുക എന്ന്. വളരെ എളുപ്പം നമ്മളെ ഹാക്ക് ചെയ്യാൻ പറ്റുന്ന പാസ്വേഡ്സ് ഫേസ്ബുക്ക് പോലെയുള്ള എല്ലാ സെക്യൂർ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും, ഇപ്പോൾ ജിമെയിൽ അക്കൗണ്ട് ആയിക്കോട്ടെ, യാഹൂ ആയിക്കോട്ടെ, വേറെ എന്തും ആയിക്കോട്ടെ, അതിനൊക്കെ മാറ്റി കുറച്ച് നല്ല കടുകട്ടിയുള്ള പാസ്വേഡ്സ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതുമാത്രമല്ല, പാസ്വേഡ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം 3 ഡോട്ട് കാണാം അല്ലേ, സെറ്റിങ്സിൽ പോവുക, അതിൽ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സിൻ്റെ അത് നിങ്ങൾക്ക് സെക്യൂരിറ്റി ആൻഡ് ലോഗിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അവിടെ പാസ്വേഡ് എന്നുള്ള ഭാഗമുണ്ട്. ചേഞ്ച് പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ കറണ്ട് ആയിട്ടുള്ള പാസ്വേഡ്, ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന പാസ്വേഡ് അടിക്കുക, പുതിയ പാസ്വേഡ് അടിക്കുക, അത് കൺഫേം ചെയ്യുക, എന്നിട്ട് ഓക്കെ അടിച്ച് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ പുതിയ പാസ്വേഡ് സെറ്റ് ആവും. അപ്പോൾ പഴയ പാസ്വേഡ് യൂസ് ചെയ്ത് ഇപ്പോൾ ലോഗിൻ ചെയ്ത ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊന്നും വർക്ക് ചെയ്യാൻ പറ്റില്ല. പുതിയ പാസ്വേഡ് വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് സെക്യൂർ ചെയ്യാൻ പറ്റും. ഇതാണ് ഫസ്റ്റ് തിങ് ചെയ്യാനുള്ളത്. ഇപ്പം നിങ്ങൾക്ക് പേടിയുണ്ട് എന്നുണ്ടെങ്കിൽ, ഫേസ്ബുക്ക് അക്കൗണ്ടിനെ കുറിച്ച് കൺഫ്യൂഷൻ, സങ്കടം, ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും പാസ്വേഡ് ചേഞ്ച് ചെയ്യാം. രണ്ടാമത്തേത് ലോഗ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. ലോഗ് ഔട്ട് ചെയ്യുക ഇൻ ദ സെൻസ്, സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ തന്നെ സെക്യൂരിറ്റി ആൻഡ് ലോഗിൻ എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞതിന് ശേഷം അവിടെ വേറൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങളിപ്പോൾ ഏതൊക്കെ പ്ലാറ്റ്ഫോമിലാണ് ഓപ്പൺ ആയിരിക്കുന്നത് എന്നുള്ള പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. കറൻ്റ്ലി നിങ്ങൾ യൂസ് ചെയ്യുന്നതും അതുപോലെ ഇതിനു മുൻപ് നിങ്ങൾ ഫേസ്ബുക്ക് യൂസ് ചെയ്തതും ഏതൊക്കെ സിസ്റ്റത്തിൽ നിന്നാണ് നിങ്ങളുടെ FB അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ടുള്ളതെന്നുള്ളോ, ആ പെർട്ടിക്കുലർ അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ടുള്ളതെന്നും ആ ഒരു ഏരിയയിൽ കാണാം. ചിലപ്പോൾ നിങ്ങളുടെ നമ്പർ തന്നെ ഉണ്ടാവും. നിങ്ങളുടെ ഫോണിലും നിങ്ങളുടെ ലാപ്ടോപ്പിലും ചിലപ്പോൾ കഫേയിൽ പോയതും ഓഫീസിൽ നിന്ന് എടുത്തതും ഒക്കെ അതിൻ്റെ അകത്ത് ഉണ്ടാകും. ഇനി സപ്പോസ് നിങ്ങളറിയാത്ത വല്ല നമ്പറും നിങ്ങളറിയാത്ത വല്ല സിസ്റ്റത്തിൽ നിന്നും ലോഗിൻ ചെയ്തു എന്ന് കാണുകയാണെങ്കിൽ അതിൻ്റെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് സെറ്റിങ്സ് കാണാം. അത് ഓപ്പൺ ചെയ്താൽ നോട്ട് യു എന്നിട്ടൊരു ക്വസ്റ്റ്യൻ മാർക്കും ഉണ്ട്. അതുപോലെ താഴെ ലോഗ് ഔട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ അതിനൊക്കെ ലോഗ് ഔട്ട് ചെയ്താൽ മതി. കഫേന്നൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ലോഗ് ഔട്ട് ചെയ്യുക. അപ്പം അങ്ങനെ എല്ലാം ലോഗ് ഔട്ട് ചെയ്ത് കളയുക. അപ്പം ഇനി ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടോ, ഇനി ആരെങ്കിലും കറൻ്റ്ലി നിങ്ങളുടെ ആ ഒരു പാസ്വേഡ് വെച്ച് യൂസ് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ ലാസ്റ്റ് എപ്പോഴാണ് എവിടെ വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെയുള്ള ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് ആ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കും. മൂന്നാമത്തെ കാര്യം 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ ചെയ്യുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പാസ്വേഡ് ചേഞ്ച് ചെയ്യുന്നതും അതുപോലെ തന്നെ ഏതൊക്കെ സിസ്റ്റത്തിൽ ഇപ്പം കറൻ്റ്ലി ഓപ്പൺ ആണ്, ഫേസ്ബുക്ക് യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും, അതുപോലെ ഈ 2 ഫാക്ടർ ഓതൻറ്റിക്കേഷനും മൂന്നും സെറ്റിങ്സ് കഴിഞ്ഞ് സെക്യൂരിറ്റി ആൻഡ് ലോഗിൻ എന്ന് പറഞ്ഞ ആ ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ വാട്സപ്പൊക്കെ 2 വേ വെരിഫിക്കേഷൻ ചെയ്യുന്നില്ല, അതുപോലത്തെ ഒരു പ്രോസസ്സാണ്. നമ്മൾ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോണിൽ നിന്ന് നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് 2 രീതിയിൽ നമുക്ക് അവർ
എന്താ പറയുക ഓതൻറ്റിക്കേഷൻ നടത്തും. ആദ്യത്തേത് നമ്മുടെ ഫോണിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്ന പെർട്ടിക്കുലർ മൊബൈൽ നമ്പറിലേക്ക് OTP അല്ലെങ്കിൽ കോഡ് വരും. അത് വെച്ചിട്ടേ ലോഗിൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഈ സെപ്പറേറ്റ് ഓതൻറ്റിക്കേഷൻ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അത്തരം ആപ്സിൻ്റെ സഹായത്തോടു കൂടിയായിരിക്കും വെരിഫൈ ചെയ്തിട്ടായിരിക്കും നമുക്ക് നമ്മുടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുക. ഇത് ശരിക്കും കുറച്ചുകൂടി സെക്യൂർ വേ ആണ്. നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കുക. ബിസിനസ് റിലേറ്റഡ് പേഴ്സൺ ആണ് നിങ്ങൾ, അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി പോലുള്ള ഒരാളാണ്, നിങ്ങൾ പറയുന്ന കാര്യത്തിന് കൂടുതൽ ആൾക്കാരിലേക്ക് ആക്സസ് ഉണ്ട്, ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ശത്രുക്കളുടെ എണ്ണം കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക. നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ഓൺ ഒരു പ്രോപ്പർട്ടി പോലെയാണ്. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ പേജിൽ നിന്നായിക്കോട്ടെ നമ്മുടെ അക്കൗണ്ടിൽ നിന്നായിക്കോട്ടെ വന്നിട്ടുണ്ടെങ്കിൽ സൈബർ നിയമത്തിൻ്റെ കീഴിലൊക്കെയാണ് വരിക. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളെ ഡാറ്റാസ് എന്തൊക്കെ ചോരുന്നുണ്ട് എന്നുള്ളതോ അതെങ്ങനെ കൺട്രോൾ ചെയ്യണമെന്നോ നമുക്കറിയില്ല. ഫൈനലി ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇത്തരം ആപ്ലിക്കേഷൻസിനും ഹാക്കേഴ്സിനും കടന്നു വരാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആവുന്നത് നമ്മുടെ ഫോണിലുള്ള ചില ആപ്ലിക്കേഷൻസ്, അതേപോലെ തന്നെ ഫേസ്ബുക്കുമായിട്ട് ലിങ്ക് ആയിട്ടുള്ള ചില ആപ്ലിക്കേഷൻസാണ്. അപ്പോൾ അത്ര ആപ്ലിക്കേഷൻസ് നിങ്ങളുടെ ഫേസ്ബുക്കായിട്ട് ലിങ്ക് ആണെങ്കിൽ അതിന്നും കൂടി ലോഗ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അതിന് നിങ്ങൾ ഏതൊക്കെ ആപ്ലിക്കേഷൻസാണ് ഫേസ്ബുക്കിൽ നോക്കി കണക്റ്റ് ആയെന്ന് നോക്കുക. ഇപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തിനെ കണ്ടെത്തുക, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സിനിമ, അങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ അതിൻ്റെ പുറകിലൊക്കെ ഓരോ ആപ്ലിക്കേഷൻസാണ്. അപ്പം അത് നിങ്ങൾക്ക് കണ്ടെത്തി ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ സെറ്റിങ്സിൽ പോവുക. അവിടെ ആപ്സ് എന്ന് പറഞ്ഞിട്ട് ആപ്സ് ആൻഡ് ഗെയിംസ് എന്ന് പറഞ്ഞിട്ടൊരു സെഷൻ ഉണ്ട്. അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ ആപ്ലിക്കേഷൻസാണ് യൂസ് ചെയ്തതെന്ന് നോക്കാം. വെബ്സൈറ്റ്സ് നിങ്ങൾ ഏതൊക്കെയാണ് നോക്കിയെന്ന് നോക്കാം. നിങ്ങൾ ഏതൊക്കെ ഗെയിംസാണ് ചെയ്യുന്നത് നോക്കാം. എന്നിട്ട് അത് എല്ലാം ക്ലോസ് ചെയ്ത് കളയുക. ഇതൊക്കെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ആണ്. നമ്മുടെ ഡാറ്റാസ് എടുക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് ചെയ്യുന്നത്. ഇപ്പം ഫേസ്ബുക്കിലെ സെറ്റിങ്സിൽ തന്നെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം നിങ്ങൾ ഏതൊക്കെ അഡ്വർടൈസ്മെൻറ്റ്സ് ആണ് നിങ്ങളെ കാണിക്കുന്നത്, നിങ്ങൾ ഏതൊക്കെ കാര്യമാണ് കൂടുതൽ സെർച്ച് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് അതിൽ തന്നെയുണ്ട്. അപ്പം ഫേസ്ബുക്ക് അക്കൗണ്ട് എല്ലാവരും മാക്സിമം സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇപ്പം 5 കോടി ആൾക്കാരുടെ ഡാറ്റ ഹാക്കേഴ്സ് 5 കോടി ആൾക്കാരുടെ ഡാറ്റ ഹാക്കേഴ്സിന് കിട്ടുക എന്ന് പറയുമ്പോൾ എത്ര ഇമ്പോർട്ടൻ്റ് ആൻഡ് സീരിയസ് ഇഷ്യൂ ആണെന്ന് മനസ്സിലാക്കുക. ആരാണ് ഹാക്ക് ചെയ്തത്, ഇതിൻ്റെ പുറകിൽ ആരാണുള്ളതെന്നോ ഒന്നും അറിയില്ല. എത്ര ഡാറ്റ, എന്തൊക്കെ ഡാറ്റ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ചോർത്തിയിട്ടുണ്ടെന്നും അറിയില്ല. അപ്പം നിങ്ങളത് ഇനി ചോർത്തപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എനിവേസ് ഫേസ്ബുക്ക് അക്കൗണ്ട് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഫേസ്ബുക്കിൽ വളരെ ആക്റ്റീവായിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടെക് മലയാളത്തിൻ്റെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കൂടുതൽ ന്യൂസസ് ആൻഡ് കാര്യങ്ങളായിട്ട് ടെക് മലയാളത്തിലൂടെ കാണാം. അതുവരെ ബൈ.